പൂരത്തിലേക്ക് എത്തിയോ? ഒന്നുമില്ലോ, ഇത് തുടങ്ങിയില്ലേ, ഇനിയിപ്പോ ആവശ്യം തന്നെയാണ് അവസാനം വരെ. അപ്പൊ ഇനി 36 മണിക്കൂർ ഇവിടെ ഉണ്ടാവോ? ഞങ്ങൾക്ക് കൂടെ ഈ പരിസരത്ത് തന്നെ പോയി വരുമ്പോ ഇടയ്ക്ക് പോവും, അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. പിന്നെ കുറച്ച് ചൂടാകുമ്പോ കുറച്ച് കഴിഞ്ഞ് പോകും. ഈ പൂരം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് സർക്കിളിന്റെ ഒരു പ്രധാന സ്ഥലമാണല്ലേ, ഫ്രണ്ട്സിന് ഒരു ഒത്തൊരുമിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അല്ല, ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് പൂരം കാണാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും, മനസ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കും. തൃശ്ശൂരിലെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഒരുമിച്ച് വരും. പിന്നെ ഇനി വരുമ്പോ വെടിക്കെട്ട് കാണാൻ പുലർച്ചെ വെടിക്കെട്ടാനുണ്ടോ? പിന്നെ വെടിക്കെട്ട് കാണാൻ തിരിച്ചുള്ള സ്ഥലം വഴിയുള്ളൂ. ഏറ്റവും ഇഷ്ടം ഏതാ പൂരത്തിന്? കുടമാറ്റം തന്നെയാണ്. കുടമാറ്റം ഒരു സംഭവം തന്നെയാണല്ലോ. കുടമാറ്റം കഴിഞ്ഞ് പിന്നെ വെടിക്കെട്ട്, അതില്ലെങ്കിൽ പിന്നെ എന്ത് പൂരം, ഇതെല്ലാം ചേർന്നല്ലേ പൂരമാകുന്നത്. പിന്നെ ഞാൻ ബേസിക്കലി കോട്ടയംകാരനാണ്. കോട്ടയത്ത് ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ കോട്ടയത്ത്, ഇവിടെ തൃശ്ശൂർ. ഇവരെല്ലാവരും തൃശ്ശൂരുകാരാണ്, ഞാൻ കോട്ടയംകാരനാണ്. പക്ഷെ ഇവിടെ പൂരത്തിന് എന്റെ നാട്ടിൽ നിന്നല്ല എല്ലാ ഭാഗത്തും നാനാഭാഗത്തു നിന്നും എല്ലാവരും വന്ന് ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്, ഒരു സ്പോട്ടാണ്. പൂരം എല്ലാവരും ആഘോഷിക്കും, എല്ലാവരുടെയും അല്ലേ പൂരം, എല്ലാ നാട്ടുകാരുടെയും. അപ്പം ഞങ്ങളും അതിൽ പങ്കുചേരുന്നു. സാധാരണ മഴ പെയ്യാറുണ്ട്, അതാണ് ഒരു വിഷയം. ചെന്നൈയിൽ നിന്ന് വരണാണ്. ചെന്നൈയിൽ നിന്നുള്ള പൂരം കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഒരുപാട് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തത്, അതായത് ഹിസ്റ്ററി ഓഫ് കേരള എലിഫന്റ്സ് ഫ്രോം 1930. അത് എനിക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലത്തെ ആനക്കാരുടെ ജീവിതം ഐ വാണ്ട് ടു എക്സ്പോസ് ഇറ്റ് ടു വേൾഡ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇത് എത്ര നാളുകൊണ്ട് എടുത്ത് ചെയ്തതാണ്? ഞാൻ എങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോ മൊബൈലിൽ ഞാനേ ക്രിയേറ്റ് ചെയ്ത്, ഞാനേ ഫയൽ ക്രിയേറ്റ് ചെയ്ത. ഇന്നലെ എന്റെ ഇന്റർവ്യൂ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ആനകൾ, അതായത് പഴയ കാലത്ത് എന്ന് വെച്ചാൽ തിരുവമ്പാടി ആർമേക്കാവ് എന്ന് പറഞ്ഞാൽ ആനയുടെ 3 ആന പറഞ്ഞ 15 ആനയ്ക്ക് സമനാണ്. തിരുവമ്പാട് 3 ആന ഈക്കലുണ്ട് 15 ആനയ്ക്ക് സമനാണ്. ആരുടെ? തിരുവമ്പാട് ഗുരുവായൂർ കേശവൻ. കോലം പെരുക്കള സമയത്ത് ആന കേട്ടിട്ടോ? ആലത്തൂര്. വലതുകൂട്ട് ഇടതുകൂട്ട് വന്നിട്ട് തിരുവമ്പാടി വരെ ചന്ദ്രശേഖരൻ 3 ആനയായോ. അവിടുന്ന് വന്നിട്ട് തെക്കോട്ട് ഇറക്കത്ത് വരുമ്പോഴേക്കും 15 ആനയോ. പാറമേക്കാവത്തെ ആ സ്റ്റാർട്ടിങ് എഴുതപ്പെടുന്നല്ലോ, അതാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ഇവന്റ് ഓഫ് തൃശ്ശൂർ പൂരം. കാച്ചാക്കുറിച്ചി കേശവൻ കോലം, കിഴക്കേടൻ കേശവൻ വലതുകൂട്ട്. ഞാൻ 15 ആനയുടെ പേര് പറയാൻ പോവാ. ഇടതുകൂട്ടി ചേനാസൻ, അവണപ്പറമ്പ്, ചേലൂര്, പെരുമ്പാവൂർ ഗോപാലൻ, കാട്ടുമൈന, നായരമ്പലം ശിവാജി. ആ ആനയാണ് ഗുരുവായൂർ കേസിൽ ആക്ട് ചെയ്ത്. ഗുരുവായൂർ കേസിൽ ആക്ട് ചെയ്ത ആനയാണ് നായരമ്പലം ശിവജി. അമരമ്പലം ബാലകൃഷ്ണൻ. ഇങ്ങനെ 15 ആന പാറമേക്കാവില്. ശരിക്കും ഈ ലൈനപ്പ് പറഞ്ഞാൽ ബ്രസീലും ഇറ്റലിയുടെ വേൾഡ് കപ്പ് ലെവൽ എങ്ങനെയാ? ബ്രസീലിന്റെ വേൾഡ് കപ്പ് ലെവലും ഇറ്റലിയുടെ വേൾഡ് കപ്പ് ലെവലും ആമാറിന്റെ കോമ്പിനേഷനാണ്. ഈ കാശാങ്കുറിച്ചി ആനയെ ഞാൻ കമ്പയർ ചെയ്യിക്കണ ബ്രസീലിന്റെ പെലയില്. ആക്ച്വലി ഐ കമ്പയർ കാശാങ്കുറിച്ചി വന്നിട്ട് ബ്രസീലിന്റെ പെലയായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യിക്കുന്നത്. എന്ന് വെച്ചാൽ പെല 19 വയസ്സില് നമ്പർ 10 ജേഴ്സി അടിച്ച് ബ്രസീലിൽ കളിക്കാൻ തുടങ്ങി. അതേമാതിരി കാശാങ്കുറിച്ചി കേസൻ 21 വയസ്സില് കോലം കേട്ടാൻ തുടങ്ങി. 21 വയസ്സില് കോലം കേട്ട ആന ഭൂമി കേരളത്തിലില്ല. പണ്ടൊക്കെ ഗുരുവായൂർ പത്മനാഭനെ കേട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഗുരുവായൂർ പത്മനാഭനും കിരങ്ങാട്ടി കേസെന്ന് പറഞ്ഞാൽ ആനയിൽ അഹിരാപതങ്ങളാണ്. ഈ ആന മരിച്ചു പോയപ്പോ ഈ ആനയുടെ സ്ഥാനം നെഗറ്റീവ് സാക്ഷാൽ കാച്ചാങ്കുറിച്ചി കേസനാണ്. കാച്ചാങ്കുറിച്ചി കേസന ആരും ചോദിക്കും? കൊല്ലംകോട് ഈ പാമ്പാടിയായ ആനക്കാരില്ലേ സതീഷ്, ഇപ്പോഴത്തെ അയാളുടെ അച്ഛനെ ആനയിൽ സെർവ് ചെയ്തില്ലേ. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ആളുകൾക്ക്, ആനപ്രേമികൾക്ക് ഏറ്റവും പ്രധാനി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ്. തെച്ചിക്കോട്ടുകാവിനെ നിറയെ ആളുകളില്ല. ആനയുടെ ഉയരം നോക്കിയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആനയുടെ സ്വഭാവമാണ് മെയിൻ. ഉയരത്തിലല്ല കാര്യം, ഉയരമുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ മെയിൻ ഫാക്ട്. നിറയെ ആനകളുണ്ട്. രാമനെ കുറ്റം പറഞ്ഞാലല്ലോ തൃശ്ശൂർ കുറ്റം പറഞ്ഞാൽ ചീത്തയാക്കും. അങ്ങനെയൊന്നും നമ്മളിവിടെ ഒന്ന് പൊളിറ്റിക്സിന് വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ആനയ്ക്കും അതായത് ഇമ്പോർട്ടൻസ്. പുതുപ്പള്ളി സാധനം നല്ല ആനയല്ല. പിന്നെ ഓരോ ആനയ്ക്കും ഓരോ ഇതുണ്ട്. അർജുൻ നല്ല ആനയാണ്. പാറമേക്കാവ് കാശിനാഥ് ആന ചെറുപ്പമാ, വയസ്സ് ചെറുതാ, പൂരനായകനാ. നെക്സ്റ്റ് ജനറേഷനിൽ പൂരം കയറ്റുന്ന ആനയാണ്. അതുമാതിരി ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ നന്നായി കണ്ടക്ട് ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി. ഈ മാതിരിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി തമ്മിൽ ഈ ആനകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതാനോട്? ഇഷ്ടം തോന്നി വെച്ചാൽ ആനയുടെ ഘടകം എന്ന് വെച്ചാൽ സ്വഭാവമാണ്.
സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനയുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ മംഗലാകുന്ന് കർണൻ ഓക്കെ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. ആ ആനയുടെ ഒരു വർഷത്തിൽ സീസൺ 120 പ്രോഗ്രാം എടുക്കും. ഈ 120 പ്രോഗ്രാം എടുക്കുക പറഞ്ഞാൽ ആനയുടെ സ്വഭാവമല്ലേ മെയിൻ. ആന ചില വയലന്റ് ആണെങ്കിൽ സ്കിപ്പാവും, ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ആനയുടെ അടിസ്ഥാനവും ആനക്കാരുടെ കഴിവും കൊണ്ടായിരിക്കും ആനയുടെ പോപ്പുലാരിറ്റി വരിക. ഇപ്പൊ പാമ്പാടി രാജന്റെ വളരെ നന്നായി കാര്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ആനക്കാർ. അതാണ് കീ ഫാക്ടർ. ആനക്കാരന്റെ കഴിവിലാണ് ആന കൊണ്ട് മുമ്പിൽ പോണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതർ പീപ്പിൾ ആൾസോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും താങ്ക് യു. ഞാൻ ആക്ച്വലി ചെന്നൈ വരുന്നത്. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ആണോ? ആൾക്കാർ കുറയുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടോ? ഒരു കുറയിലും ഉണ്ടാവില്ല. കൂടിയിട്ടാ വരിക, കൂടിയിട്ടാ വരണത്. ഈ പൂരത്തിൽ ഏറ്റവും ഇഷ്ടം എന്താ? ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്ന് വെടിക്കെട്ടാണ്. പിന്നെ എല്ലാം താല്പര്യമാണ്. കുടമാറ്റായാലും ചിത്രമേള എല്ലാം താല്പര്യമാണ്. മെയിൻ അട്രാക്ഷൻ ആ പാറമേക്കാവിന്റെ 15 നിരക്കില്ലേ, അതാണ് പൂരത്തിന്റെ ഹൈലൈറ്റ്. കാരണം വെച്ചാൽ ഇടിവെട്ടിന് വെയില്, ആനച്ചമയം പുതിയത്. ഓക്കെ, അപ്പൊ ഈ 15 മുകളിൽ ആനപ്പട്ടം കെട്ടിയിട്ട് ഇത്രയും ആൾക്കാർ ആ ചൂട് മറന്നുപോകും. ഏറ്റവും മേളം പറഞ്ഞാൽ നമ്പർ 1 മേളമാണ്. ആ പാഞ്ചാലി തുടങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതിനുള്ള ഒരു ഹൈലൈറ്റ് വേറെ ലെവലാണ്. അതേമാതിരി പാറമേക്കാവിന്റെ തിരുവമ്പാട മഠത്തിൽ വരും 3 ആനയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ 3 ആന 15 ആനയ്ക്ക് സമാനമാണ്. അതാണ് പഞ്ചവാദ്യത്തിന്റെ ഉത്ഭവം അവിടുന്ന്. അതാണ് ഞാൻ സമയക്കുറവുകൊണ്ട് ഇടപെടുന്ന. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പൂരങ്ങളിലെ കാഴ്ചകൾ, അവിടുത്തെ വിശേഷങ്ങൾ കാഴ്ചകൾ തീരില്ല, അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തെച്ചിക്കാട്ട് രാമേന്ദ്രൻ അവിടെ നിന്ന് നീതിലക്കാവിൽ അമ്മയുടെ തിടമ്പറ്റി പുറപ്പെടുകയാണ്. ഇങ്ങനെ പൂരങ്ങൾ ഒന്നൊന്നായി ചെറുപൂരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനം. അതായത് മോർണിംഗ് വെക്സിയുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും വരും ബുള്ളറ്റിലും ചേരാം ഈ പൂര കാഴ്ചകളും പൂരവിശേഷങ്ങളും.